ഹലോ സ്റ്റുഡൻസ്, ഇനി നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഹൗസ് പ്രോപ്പർട്ടി അതിൽ നിന്നും കിട്ടുന്ന ഇൻകമാണ്. ക്ലിയർ? ദെൻ ഇതിൻ്റെ ചാർജിങ് സെക്ഷൻ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 22 ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ സെക്ഷൻ 22 അനുസരിച്ചിട്ട് ഇവിടെ പറയുന്നത് ഇതിൻ്റെ ബേസിസ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് ആനുവൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി ആണ്. ഒരു പ്രോപ്പർട്ടിയുടെ, അതായത് ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ, ഓക്കെ, ആ ആനുവൽ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്, ദാറ്റ് ഈസ് ടാക്സ് എത്രയാണെന്ന് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആനുവൽ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. ദെൻ ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ആവണം? കൺസിസ്റ്റ് ഓഫ് എനി ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർച്യൂനന്റ് ദെയർടു. അതായത് ബിൽഡിങ്സ് ആകാം, അതുപോലെ തന്നെ ലാൻഡ് അപ്പർച്യൂനന്റ്, അതായത് ഒരു ബിൽഡിങ്ങിന് ചുറ്റുപാടും കിടക്കുന്ന ലാൻഡ്. ഓക്കെ, അതിനെയാണ് ലാൻഡ് അപ്പർച്യൂനന്റ് ദെയർടു എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മളൊരു വീട് എടുക്കുകയാണെങ്കിൽ വീടിന് ചുറ്റും കിടക്കുന്ന ഒരു മുറ്റം, അതിനെ നമുക്ക് ലാൻഡ് അപ്പർച്യൂനന്റ് എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, ദെൻ രണ്ടാമത് പറയുന്നത് ഓഫ് വിച്ച്. ഇനി ഇത് എങ്ങനെ ആയിരിക്കണം? ദ അസസി ഈസ് ദ ഓണർ. അസസി അതിൻ്റെ ഓണർ ആയിരിക്കണം. അതുകൂടാതെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പേർപ്പസ് ഓഫ്, which is not used for the purpose of assessee's business or profession. അസസിയുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടോ പ്രൊഫഷന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്നതാകാൻ പാടില്ല. ഓക്കെ, അതാണ് സെക്ഷൻ 22-ൽ പറഞ്ഞിരിക്കുന്നത്. ബേസിസ് ഓഫ് ചാർജ് ആനുവൽ വാല്യൂ ആണ്. ദെൻ ആനുവൽ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. ആ പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കണം? should be a building or land appurtenant thereto, and the assessee should be the owner of that property, and that property is not used for the purpose of assessee's business or profession. Clear? Then ഇതിൽ പറഞ്ഞിരിക്കുന്ന, ഈ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഐറ്റംസും ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലാദ്യം പറഞ്ഞിരിക്കുന്നത് ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർച്യൂനന്റ് എന്താണെന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞിരുന്നു, ഈ ഹൗസ് പ്രോപ്പർട്ടിയിൽ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർച്യൂനന്റ്, അത് ബേസ് ചെയ്തിട്ടാണ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ബിൽഡിങ്ങിന് അപ്പർച്യൂനന്റ് അല്ലാത്ത ഒരു ലാൻഡ് ആണ് എങ്കിൽ അത് ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, അത് വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിലായിരിക്കും ആ ഒരു ലാൻഡിൻ്റെ ഇൻകം കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ ലാൻഡ് അപ്പർച്യൂനന്റ് ടു ബിൽഡിംഗ് എന്ന് പറയുന്നതിൽ കോമ്പൗണ്ട്, പ്ലേ ഗ്രൗണ്ട്, കിച്ചൺ ഗാർഡൻ, കോർട്ട്യാർഡ്, ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബിൽഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെസിഡൻഷ്യൽ ഹൗസ് ആകാം, വെയർ ഹൗസസ്, ഓഡിറ്റോറിയംസ്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്? ബിൽഡിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? ഇനി ഇതിൽ ഈ ബിൽഡിങ്ങിൻ്റെ മറ്റൊരു കേസ് പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ഫോറിൻ ഹൗസ് പ്രോപ്പർട്ടി ആണ് എങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഈസ് ടാക്സബിൾ ഓൺലി ഇൻ കേസ് ഓഫ് ഓർഡിനറി റെസിഡൻറ്റ്. Okay, then if income from house property situated abroad and it is received in India, that is house property സിറ്റുവേറ്റ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ആണ്, അതിൻ്റെ ഇൻകം ഇന്ത്യയിൽ റിസീവ് ചെയ്താൽ, പ്രീവിയസ് ഇയറിൽ റിസീവ് ചെയ്താൽ ഇറ്റ് ഈസ് ടാക്സിബിൾ ഫോർ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ് ഓൾസോ. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ കുറച്ച് എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ചില ബിൽഡിങ്ങുകളിൽ നിന്ന് കിട്ടുന്ന ഇൻകംസ് നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യം പറഞ്ഞിരിക്കുന്നത് ബിൽഡിംഗ് ഓർ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ലെറ്റ് ഔട്ട് ടു എംപ്ലോയീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അതായത് എംപ്ലോയീസിന് വേണ്ടിയിട്ട്, കമ്പനിയിലുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ട് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിന് റെന്റിന് കൊടുത്തു. സോ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഒരിക്കലും ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ എടുക്കില്ല. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഇൻകം അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം ബിസിനസ്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിൽഡിംഗ് ലെറ്റ് ഔട്ട് ടു അതോറിറ്റീസ് ഫോർ ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ് ഓർ പോലീസ് സ്റ്റേഷൻ എറ്റ്സെട്ര. ഇങ്ങനെയുള്ള പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള അതോറിറ്റീസിന് ബിൽഡിംഗ് ലെറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. പകരം ഇൻകം ഫ്രം ബിസിനസ് എന്ന ഹെഡിലായിരിക്കും അത് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഈസ് കോമ്പോസിറ്റ് ലെറ്റിംഗ് ഓഫ് ബിൽഡിംഗ് വിത്ത് അതർ അസറ്റ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബിൽഡിംഗ് നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തു, അതിനു കൂടെ കുറച്ച് അസറ്റ്സും കൂടി ചേർത്താണ് ലെറ്റ് ഔട്ട് ചെയ്തത്, റെന്റിന് കൊടുത്തതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ, അങ്ങനെയുള്ള അസറ്റ്സും കൂടെ ചേർത്താണ് നമ്മൾ റെന്റിന് കൊടുത്തത് എന്ന് വിചാരിക്കുക. ഓക്കെ. അങ്ങനെ നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ കൂടെ അസറ്റ്സും കൂടെ ചേർത്ത് റെന്റിന് കൊടുക്കുന്നതിനെയാണ് ഈ കോമ്പോസിറ്റ് ലെറ്റിംഗ് എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് കിട്ടുന്ന റെന്റ്, അപ്പൊ ലെറ്റ് ഔട്ടിന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെന്റ് കിട്ടും. അതിൽ നിന്ന് കിട്ടുന്ന റെന്റിന് പറയുന്ന പേര് കോമ്പോസിറ്റ് റെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ അത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രണ്ടും കൂടെ ചേർത്ത് നമുക്ക് കിട്ടുന്ന റെന്റ്, അതായത് ബിൽഡിങ്ങിന്റെ റെന്റും അതുപോലെ തന്നെ അസറ്റുകളുടെ റെന്റും, അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, ബിൽഡിങ്ങിന്റെ റെന്റും അതുപോലെ തന്നെ മറ്റ് അസറ്റുകളുടെ റെന്റും സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന റെന്റ് നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ എടുക്കാം. അസറ്റ്സിൽ നിന്ന് കിട്ടുന്ന റെന്റ് അതർ സോഴ്സസ് എന്ന ഹെഡിൽ കൺസിഡർ ചെയ്യാം, ഇൻകം ഫ്രം അതർ സോഴ്സസിൽ കൺസിഡർ ചെയ്യാം. അതേസമയം നമുക്ക് ഈ കിട്ടുന്ന കോമ്പോസിറ്റ് റെന്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ഓർ ഇറ്റ് ഈസ് അസസിബിൾ അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഓക്കെ. ഇതാണ് കോമ്പോസിറ്റ് ലെറ്റിങ്ങിന്റെ ഒരു കേസ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്ന എക്സംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ an assessee company, okay, an assessee company acquiring properties to earn income. അതായത് ഒരു അസസി എന്ന് പറയുന്നത് ഒരു കമ്പനി ആണെന്ന് വിചാരിക്കുക. ആ കമ്പനി പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻകം കിട്ടാനായിട്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഒരു കാരണവശാലും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ അസസ് ചെയ്യാൻ സാധിക്കില്ല. പകരം ഇൻകം ഫ്രം ബിസിനസ് എന്ന ഹെഡിലായിരിക്കണം അത് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം ഇവര് ഈ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് ആ ഇൻകത്തിനെ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. പകരം ഇറ്റ് ഈസ് ടാക്സ്ഡ് അണ്ടർ ദി ഹെഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻ ആണ്. നിങ്ങൾക്കറിയാമല്ലോ പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അതും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ അസസ് ചെയ്യാൻ സാധിക്കില്ല. അതും ബിസിനസ് ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ.